വിലയും കൂടെ തൂക്കിയിട്ടുള്ള കണ്ണാടി. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തപ്പോൾ ഒരു കുഞ്ഞു ബ്ലോഗാണ്. വേറെ ഒന്നല്ല, എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഈ ദുഷ്ടത്തി ഇവൾ എന്നോട് പറയുന്നു ഇവക്കളുടെ കൂടെ ഞാനൊന്ന് കണ്ണാടി മേടിക്കാൻ ചെല്ലാന്ന്. ഇവക്ക് കണ്ണ് കാണാൻ മയന്ന് ഇവൾ അന്തയാണെന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല അതിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചേച്ചി അപ്പുറം വന്നേ, അതൊന്ന് ആദ്യം പോയി മേടിച്ചിട്ട് വരട്ടെ. അത് വേറൊന്നുമല്ല, എൻ്റെ മോക്കുള്ള ഡാൻസിൻ്റെ ഡ്രസ്സാണേ. അപ്പം ഞാനിങ്ങനെ ഡാൻസ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങാറില്ല. വേറൊന്നുമല്ല, ഒരു ദിവസത്തിനൊന്നും വേണ്ടി ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ചേച്ചിയുടെ മക്കൾക്ക് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ച് ഇല്ലെന്ന് എനിക്ക് മാത്രം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞാൻ പൈസ കൊടുത്ത് മേടിക്കാറുള്ളൂ. അതൊരു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ ഞാൻ പറയടി ദുഷ്ടത്തി, നിനക്ക് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു ചേച്ചി, നല്ലോണം ഒന്നുമില്ലെങ്കിൽ ഒരു കണ്ണെങ്കിലും എഴുതിയിട്ട് ഞാൻ വന്നേനെ. അപ്പറേ അത് കുഴപ്പമില്ല. ഇവിടെ നല്ല വൃത്തിയായിട്ട് നല്ല പുതിയ ചുരിദാറൊക്കെ ഇട്ട് അടിപൊളി ലിപ്സ്റ്റിക്ക് ഉൾപ്പെടെ ഇട്ടുണ്ട് അവൾ വന്ന്. ഞാൻ എങ്ങനെയും പെരണ്ടടിച്ച് പിള്ളേരെയൊക്കെ ആക്കിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കാൻ പോയ കോലമാണിത്. അങ്ങനെ എന്തായാലും ഞാൻ എന്തായാലും വിളിച്ചല്ലേ പോവാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തി പിള്ളേർക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു കേട്ടോ. അവൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ കണ്ണാടി എടുക്കാൻ പോകുന്നത് ലെൻസ് കാർട്ടിലാണേ. ലെൻസ് കാർട്ടിൽ ചെന്നപ്പോൾ കട കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നു. കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, അപ്പുറം ഇപ്പുറമുള്ള ഒരു കടയും തുറന്നിട്ടില്ല. നമ്മളൊരു 9:15 കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനാണെങ്കിൽ നല്ല അടിപൊളി ചൂട് ദോശയുടെയൊക്കെ മണം വരുന്നത്. നല്ല തിരക്കും ഈ കടയിൽ. ഇത് ഏത് കടയാണെന്നറിയോ? ഹോട്ടൽ ഗുരുപ്രസാദ്. നമ്മൾ നേരെ അങ്ങോട്ട് കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടാകുന്നതുകൊണ്ട് പെരണ്ട് പിടിച്ച് പോയിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ വീട്ടിൽ ദോശ സാമ്പാറും വെച്ചിട്ടാണ് ഹോട്ടലിൽ കയറി ദോശ സാമ്പാറും തിന്നുന്നത്. അപ്പോൾ എന്തുവായാലും വിശന്നാൽ തിന്നല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഗുരുപ്രസാദ് ഹോട്ടലിൽ നിന്ന് അടിപൊളി മസാല ദോശയും ചൂട് കോഫിയൊക്കെ കുടിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പുറമൊക്കെ ആൾക്കാരിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചമ്മലും ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ പിടിക്കാൻ. എൻ്റെ പാത്രം കണ്ടാൽ സൂപ്പർ ടേസ്റ്റ് നക്കി കഴിച്ചിട്ടുണ്ട്. നല്ലോണം വിശന്നിരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഐറ്റം സൂപ്പറാണ് കേട്ടോ. അങ്ങനെ അവൾ പൈസയൊക്കെ അടച്ച് ഞാൻ ആ സമയം കുടിച്ച് വീഡിയോ ഒക്കെ പിടിക്കുക. ഇയാൾ നോക്കും ഈ പെണ്ണ് എന്തോ കുറേ നേരം കാണിക്കുന്നതെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് നമ്മൾ നേരെ വീണ്ടും ലെൻസ് കാർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുവാണ്. കാരണം വെച്ചാൽ ഫുഡ് കഴിച്ച് ഇച്ചിരി സമയം പോയി കിട്ടിയല്ലോ, ഇനിയെങ്കിലും തുറന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചെല്ലുവാണ്. ചെന്നപ്പോൾ പാതി തുറന്ന് കിടക്കുന്നത്. ആഹാ കൊള്ളാലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം തുറക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് സ്റ്റാഫുണ്ട്. അപ്പോൾ തിരക്കിയപ്പോൾ പറയുന്നത് 10:30 ആവാതെ തുറക്കത്തില്ല, 10:30 തുറക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും കിടക്കിയ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞടി അന്നേ ആലുക്കാസി ആടിമേള നടക്കി നമുക്ക് അവിടെ പോയി വെറുതെ ഒന്ന് നോക്കിയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അത് അപ്പുറം വരെ പോകണ്ടേ, നമുക്ക് തൊട്ടപ്പുറത്ത് സിൽക്ക് വേൾഡ് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചേച്ചി കൊണ്ടുവന്ന കവറിൻ്റെ വള്ളിയും എല്ലാം പൊട്ടിപ്പോയി. ഇല്ല കഷ്ടകാലം പിടിച്ച സമയം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി തൂക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക ഞാനിവിടെ. എൻ്റെ വണ്ടിക്കകത്ത് വെക്കാനും സ്ഥലമില്ല. അപ്പോൾ അവൾ പറഞ്ഞു നീ ഇങ്ങട് എൻ്റെ വണ്ടിയിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ അവൾക്ക് നിസ്സാരമാണ്. അവരുടെ വണ്ടിയിൽ എന്ത് സാധനം വേണമെങ്കിലും കയറില്ലേ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആ സന്തോഷം കണ്ടോ വെച്ചിട്ട് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ നേരെ സിൽക്ക് വേൾഡിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിൽക്ക് വേൾഡ്. നമുക്ക് ഏറ്റവും അടുത്ത കടയിലാണ് നമ്മൾ കയറാൻ നോക്കുന്നത്. അതാകുമ്പം എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ആലുക്കാസൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടൻ തന്നെ വിചാരിക്കുകയായിരിക്കും ഇവളുമാർ വഴിയിൽ വല്ലതും കിടന്നുറങ്ങിയതാണോ, നേരം വെളുത്തില്ല അതിന് മുമ്പേ എഴുന്നള്ളെന്നൊന്നും പറഞ്ഞ്. കാരണം വെച്ചാൽ ഉള്ളിൽ സ്റ്റാഫ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മളാണ് ചെല്ലുന്നത്. സ്റ്റാഫ് വന്നിട്ടുണ്ട്, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സ്റ്റാഫുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് വന്നുകൊണ്ട് അടിപൊളിയായിട്ട് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെച്ച് തിരക്കൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് മെറ്റീരിയലും എല്ലാം കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രതിമയ്ക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മെറ്റീരിയൽ എടുത്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നല്ല ഐഡിയയിൽ അവർ ചെയ്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി അടിപൊളി ഐഡിയ കിട്ടും. എനിക്ക് അവിടെ നിന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പിന്നെ ഈ ഇരിക്കുന്ന ഫുൾ കോട്ടൺ മെറ്റീരിയലാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 120, 130, 110 ആ ഒരു റേറ്റിൽ വരുന്ന നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരുമിച്ച് അടുക്കി വെച്ചേക്കുന്ന ഇപ്പോഴാണ് ഞാൻ ഈ സിൽക്ക് വേൾഡിൽ സാധാരണ വരുമ്പോൾ വലിച്ചു വാരി തറയിലും ഒക്കെ കുറേ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. കോട്ടൺ മെറ്റീരിയലെല്ലാം ഇപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് അടുക്കി വെച്ചിരുന്നത്. ഇതൊക്കെ എൻ്റെ വെറും ഷോയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഓർഗൻസ ആയിരുന്നു, പിന്നെ വർക്ക് മെറ്റീരിയൽ നെറ്റ് ഉണ്ടായിരുന്നു. എല്ലാം സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് സിൽക്ക് വേൾഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് മെറ്റീരിയൽ എല്ലാം കാണാൻ പറ്റുന്നത് ഇന്നാണ് കേട്ടോ. എന്നിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടും അടിപൊളിയായിട്ട് അവിടെ ഇവിടെ എല്ലാം പോയിരിക്കുന്നതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പൊക്കി കാണിക്കും. എടി ഇത് സൂപ്പർ അടി, 120 രൂപയുള്ള കോട്ടൺ. സത്യം പറഞ്ഞാൽ അടിപൊളി കോട്ടൺ മെറ്റീരിയലായിരുന്നു കേട്ടോ. കോട്ടൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോയിക്കോ, അടിപൊളി സൂപ്പർ കളക്ഷൻ കിട്ടും. കാരണം വെച്ചാൽ
നമുക്ക് ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അടിപൊളി മെറ്റീരിയലുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി നല്ല കട്ടി കോട്ടനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അപ്പോൾ അവൾ അവിടെ നിന്ന് കളിയാക്കും നിനക്ക് ഈ കടയിൽ ജോലി കിട്ടിയെന്ന്. കാരണം വെച്ചാൽ ഞാൻ ഓരോ മെറ്റീരിയലും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ആസ്വദിക്കുക. അപ്പോൾ ഞാൻ അവൾക്കടുത്ത് പറയാം, ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് മെറ്റീരിയലൊന്നും എടുത്ത് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ മക്കളോട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള സമയത്ത് വരും. പിന്നെ എനിക്കൊരു സ്കേർട്ടിൻ്റെ പട്ടുപാവാട സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ നോക്കണമായിരുന്നു. അങ്ങനെ ജസ്റ്റ് നോക്കി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഐറ്റം ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് ഓണമൊന്നും ആയില്ലല്ലോ, ഇനിയും സ്റ്റോക്കൊക്കെ ഇനിയും വരത്തേ ഉള്ളൂ, ഓണത്തിനോട് അടുക്കുമ്പോൾ നല്ല സ്റ്റോക്കുകൾ വരും വേണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ആ ഉദ്ദേശിച്ച ഐറ്റം സാരിയിലുണ്ടോ എന്ന് നോക്കാനായിട്ട് സാരി സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് സാരിയിൽ ഈ നമുക്ക് യൂണിഫോമായിട്ട് സെറ്റായിട്ടൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒരേ കണക്ക് ഇടാൻ പറ്റിയ അടിപൊളി ശരിക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ സാരിയൊക്കെ നോക്കി നമ്മൾ നേരെ സെറ്റ് സാരിയുടെ സെക്ഷനിൽ ചെന്ന് ഓണം ഈ കളക്ഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഓണം ആവുന്നതിന് മുമ്പ് ഇത്രയും കളക്ഷൻസ്. ഞാൻ പറയുന്നു ഇനിയപ്പോൾ ഓണത്തിന് വരുന്ന കളക്ഷനെല്ലാം ഇവരെവിടെ വയ്ക്കും? കാരണം വെച്ചാൽ അപ്പം തന്നെ ഓൾറെഡി സെറ്റ് സാരി കുത്തി നിറച്ച് വെച്ചിരിക്കുക ഓണം ആവുന്നതിന് മുമ്പ് തന്നെ. അല്ലാതെ തന്നെ അത്രയും കളക്ഷൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം അവരുടെ കടയിൽ എനിക്കൊന്ന് ഞങ്ങളാണെന്ന് ഒന്ന് ആദ്യമായിട്ട് കയറി. അപ്പം നമ്മളൊരു കടയിൽ കയറിയിട്ട് കൈനീട്ടം എടുക്കാതെ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ലല്ലേ? നമുക്ക് നാണക്കേടല്ലേ? നമുക്ക് നാണക്കേടാ. പിന്നെ കഷ്ടകാലത്തിന് വല്ല അവിടെ കച്ചവടം നടന്നില്ലേ പിന്നെ പറയൂ 2 താടകങ്ങൾ രാവിലെ വന്ന് കടയിൽ കയറി ഒന്നും കിട്ടിയില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് അവൾക്ക് പാൻറ്റ് വേണമെന്ന് പറയാം. അങ്ങനെ റെഡിമെയ്ഡ് പാൻറ്റ് നോക്കി കേട്ടോ. അവൾ ബ്ലാക്ക് ഇപ്പോൾ വെച്ച് സ്ട്രൈറ്റ് പാൻറ്റില്ലേ, ആ പാൻറ്റ് അവൾ നോക്കി അവൾക്ക് ഇഷ്ടമായി, അവൾ എടുത്ത്. അങ്ങനെ ഫ്രണ്ടിലോട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇവിടെ ഇതാണെങ്കിൽ ഒരു ചേട്ടനിരുന്ന് അടിപൊളിയായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ബ്രൈഡിനൊക്കെ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുക, അവിടെ ബില്ലടിച്ച് തരും. ഇവിടെ നിന്നാണ് ബില്ലടിച്ച് തരുന്നത്. അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ ബില്ലടിക്കുന്ന സമയത്തൊക്കെ 1 2 ഞങ്ങളെപ്പോലെ 2-3 പേരുണ്ട്. പിന്നെ വെച്ചാൽ തിരക്കായി വരുന്നുള്ളൂ, രാവിലെ ആയതേ ഉള്ളൂ. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ അവിടുന്ന് ഒരു ബില്ല് മേടിച്ചിട്ട് ഇത് ഇവിടെ ചെയറിലൊരു ചേട്ടനിരിപ്പുണ്ട്. ആ ചേട്ടൻ്റെയും കൊണ്ട് കൊടുക്കുമ്പോൾ ആ ചേട്ടൻ കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കുന്നത്. ചുമ്മാതാണ് അവരുടേതായ ഏതെങ്കിലും രീതിയിൽ അവർ എമൗണ്ട് കൂട്ടിയിട്ടിട്ട് പിന്നെ നമ്മളെപ്പോലെ ആൾക്കാർ വരുമ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കും. അത് പിന്നെ ഓഫറാന്നൊക്കെ പറയും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബില്ലുമൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ലെൻസ് കാർഡിലോട്ട് പോയാണ്. ഇനിയാണ് മക്കളെ കാണേണ്ടത്. ഈശ്വര. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് അവർ സ്റ്റാഫൊക്കെ കറക്റ്റ് ഒരു 10:30 ആയി കാണും അപ്പോൾ ആ സമയത്ത്. അങ്ങനെ സ്റ്റാഫിനെ കൊണ്ട് ഞങ്ങൾ തുറക്കിക്കുന്നതാണൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അവർ സമയമായപ്പോൾ തുറന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഞാൻ കുറേ ആയി ഞാനിങ്ങനെ കണ്ണാടി കടയിൽ മുമ്പ് എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നു തലവേദനയ്ക്ക്. ആ സമയത്ത് കണ്ണാടി കടയിൽ കയറി പണ്ട് സ്കൂൾ ലൈഫിൽ ആ സമയത്ത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കണ്ണാടി കടയിൽ കയറുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ പഴയതൊക്കെ പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല വെറൈറ്റി അടിപൊളി ഗ്ലാസ്സുകളാണ് ഉള്ളത്. എല്ലാം സൂപ്പർ ഗ്ലാസ്. പക്ഷെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കണ്ണാടി വയ്ക്കും ചിരിക്കും അതാണ് അവസ്ഥ. പിന്നെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു, ഒരു കണ്ണാടി എടുത്താൽ ഒരു കണ്ണാടി ഫ്രീ. ഇപ്പോൾ 3500 ഒരു കണ്ണാടി എടുക്കുന്നെങ്കിൽ 3500 രൂപ ഒരു കണ്ണാടി കൂടി ഫ്രീ. ഇപ്പോൾ 2000 രൂപയുടെ ഒരു കണ്ണാടി എടുക്കുന്നത് 2000 രൂപയുടെ വേറൊരു കണ്ണാടി കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്കറിയത്തില്ല, അത് ഓഫറാണ്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ അടിപൊളി ഭംഗിയുള്ള കണ്ണാടികളൊക്കെ ഇരിപ്പുണ്ട്. ഞാനും കുറേ എണ്ണം വെച്ച് നോക്കി. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ മുഖത്തോട്ടെടുത്ത് വെക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഈ ഒരു അവസ്ഥയാണ് മുഖം. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല ഗൈസ്. എനിക്കിഷ്ടമുള്ള ഓരോ ഫ്രെയിമിങ് പല കളർ ഫ്രെയിമും ഞാനിങ്ങനെ എടുത്ത് വെച്ച് നോക്കി. ഏതെങ്കിലും ഒന്നിലെങ്കിലും എൻ്റെ സൗന്ദര്യം വെളിയിൽ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗൈസ് വരുന്നില്ല. എനിക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലായി ഗൈസ്. 90s കിഡ്സ് എല്ലാം കിളവിമാരായി. കാരണം വെച്ചാൽ ഏത് കണ്ണാടി വെച്ചിട്ടും ഒരേ ഫേസ് തന്നെ. അങ്ങനെ ഈ കണ്ണാടി വെച്ചപ്പോൾ ഞങ്ങൾ കിടന്ന് ചിരിയായിരുന്നു. ഇതിൻ്റെ ഒരു യെല്ലോയും ഒക്കെ എടുത്ത് വെച്ച് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണാടി എടുത്ത് വെക്കുന്നതനുസരിച്ച് ചിരിയും വരും. ഇതെന്താ ഇങ്ങനെ എന്ന് പറയുന്ന കണക്കായിരുന്നു. ഇതിൻ്റെ യെല്ലോ വെച്ചിട്ട് പൊട്ടിച്ചിരി, സത്യം പറഞ്ഞാൽ നല്ല പൊട്ടിച്ചിരിയായിരുന്നു. നീതുന് എന്നെ കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റില്ല. സത്യം പറയാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നത്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുറേ ഷോയും കാണിച്ചിട്ട് പിന്നെ അവൾ പറഞ്ഞു മര്യാദയ്ക്ക് എനിക്ക് സെലക്ട് ചെയ്ത് തടിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഓരോന്നെടുത്ത് വെച്ചേക്ക് അവിടെ നിപ്പ് കണ്ടാൽ വിചാരിക്കും ആ കണ്ണാടി അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അത് മതിയെന്ന് പറഞ്ഞ് അവിടെ പോയി. അങ്ങനെ ഇവിടെ സംഭവം കണ്ണാടി മാത്രമല്ല, ഐ ടെസ്റ്റും ഉണ്ട് കേട്ടോ. ഇവൾ ഓൾറെഡി പുറത്ത് ഒരു ക്ലിനിക്കിൽ ഐ ടെസ്റ്റ് ചെയ്തിട്ടാണ് ആ സ്ലിപ്പാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്ന ഐ ടെസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ആ സ്റ്റാഫ് ഐ ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഓഫർ പ്രൈസിൽ കണ്ണാടികളൊക്കെ വാങ്ങണമെങ്കിൽ ലെൻസ് കാർഡിലോട്ട് പോയാൽ മതി. കൊല്ലത്ത് നല്ല മിക്കയിടത്ത് ഷോപ്പ് കാണും. എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഒരു കണ്ണാടി വാങ്ങിയപ്പം ഒരു കണ്ണാടി ഫ്രീ. അവൾക്കും വാങ്ങി, അവക്കടെ മോക്കും ഒരു കണ്ണാടി വാങ്ങി. മോക്ക് സൺഗ്ലാസ് ആണ് വാങ്ങിയത്. അപ്പം നമ്മുടെ കുഞ്ഞ് ഒരു മിനി ബ്ലോഗായിട്ട് കൂട്ടിയാൽ മതി. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല കുഞ്ഞു വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബായ്.